അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു 3-4 ദിവസമായി ഞാനിപ്പോൾ ഇതിൽ വരലില്ല. ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മളെ നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഭയങ്കര ചർച്ച സോഷ്യൽ മീഡിയയിൽ മൊത്തം, യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെങ്കിലും അതുപോലെ തന്നെ എന്തെല്ലാം കൊണ്ടാമണ്ടിണ്ടോ അതിൽ മുഴുവൻ പഠിച്ചോനെ എ പി ഉസ്താദിൻ്റെ മുഖം കിട്ട് നിറഞ്ഞിക്കുക. എ പി ഉസ്താദിൻ്റെ മുഖം നിറഞ്ഞു, അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ സുബ്ഹാനല്ലാഹ് യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ നിമിഷപ്രിയയുടെ ഫോട്ടോ എ പി ഉസ്താദിൻ്റെ ഫോട്ടോ ഒപ്പം, ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ ഫേസ്ബുക്കിൽ നിമിഷപ്രിയയുടെ ഫോട്ടോ എ പി ഉസ്താദിൻ്റെ ഫോട്ടോ. ഇങ്ങനെ അങ്ങോട്ട് നിറഞ്ഞ് ചാനലുകൾ മുഴുവനും ഇങ്ങനെ കൊണ്ടാടാണ്. വലിയൊരുന്നാളും വെള്ളിയാഴ്ചയും വന്ന മാതിരിയാണ്. സുബ്ഹാന ജല്ല ജലാലു, ഭയങ്കര കളി. അതിൻ്റെ അടിയിലാണ് ഇതെന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിച്ച് കഴിഞ്ഞിട്ടാ, അത് വേറെ വിഷയം. ലോകത്തുള്ള ജാതി മതഭേദമന്യേ എല്ലാ പൂജാരികളായ പൂജാരികളും എല്ലാ അച്ഛന്മാരായ അച്ഛന്മാരും എല്ലാ പാതിരിമാരും എല്ലാവരും ഇറങ്ങിയിട്ട് എ പി ഉസ്താദിനെ പുകഴ്ത്താണ്. എന്നാലും ആ മനുഷ്യൻ്റെ ഒരു കഴിവില്ലേ, എന്നാലും ആ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ അല്ലേ, എന്താല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ ചെറിയ കുട്ടികൾ വരെ എ പി ഉസ്താദാത്തരെ നിമിഷപ്രിയയുടെ വധം വധിക്കുന്ന വിഷയത്തെ നീട്ടിവെപ്പിച്ചിരിക്കണത്. അല്ലാ, ഇങ്ങനെ ഉസ്താദുമാർക്കൊക്കെ കയ്യോ എന്നുള്ളടത്തേക്ക് എത്തി. സുബ്ഹാന ജല്ല ജലാലു. കേരള മുഖ്യമന്ത്രി, കേരള ഭരണാധികാരികൾ, ഇന്ത്യൻ ഭരണാധികാരികൾ ഇവരെല്ലാവരും മുട്ടുമടക്കി കിടക്കുന്ന സമയത്താണ് ഇവരെല്ലാവരും മുട്ടുമടക്കി ഇനി പെണ്ണിനെ 16-ാം തീയതി തൂക്കി കൊല്ലാൻ പോവുകയാണ്. കൊന്നു കഴിഞ്ഞതിന് ശേഷം ജഡം കെട്ട് കൊടുക്കുകയാണ്. തൂക്കി കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? ജഡം കെട്ട് കുടുംബത്തിന് ഏൽപ്പിക്കും. അതല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. എന്നിട്ട് അത് എന്ത് ചെയ്യും? അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കീസിലാക്കിയിട്ട് കുടുംബത്തിന് ഇങ്ങോട്ട് കൊടുക്കും, അല്ലെങ്കിൽ തല വെട്ടും. അപ്പം എന്ത് ചെയ്യും? എന്നിട്ട് കീസിലാക്കിയിട്ട് എന്ത് ചെയ്യും? കുടുംബത്തിന് ഇങ്ങോട്ട് കൊടുക്കും. ഇതാണ് ഇസ്ലാമിക ഭരണ രാജ്യങ്ങളിൽ നടത്താൻ പോകുന്നത് തെറ്റുകൾക്ക്. എന്നാൽ ഈ നിമിഷപ്രിയ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കാന്തപുരം ഉസ്താദിൻ്റെ ഒരൊറ്റ ഫോൺ കോള് എടുക്കണേക്കും എല്ലാം അവിടെ നിർത്തി. 16-ാം തീയതി തൂക്കിലേറ്റാൻ വിധിച്ച പെണ്ണിനെ, നിമിഷപ്രിയയെ നീട്ടിവെപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാന്തപുരം ഉസ്താദ് ഇരുന്ന ഇരിപ്പിലങ്ങ് ചെയ്തപ്പോൾ എല്ലാവരും നെട്ടി. കേരളം നെട്ടി, കേന്ദ്രം നെട്ടി, എല്ലായിടത്തും നെട്ടി. സുബ്ഹാനല്ലാഹ്. എല്ലാവരും അഭിനന്ദനങ്ങൾ, മന്ത്രിമാർ അഭിനന്ദനങ്ങൾ, നേതൃത്വങ്ങൾ അഭിനന്ദനങ്ങൾ, രാഷ്ട്രീയ പാർട്ടിക്കാർ, ലീഗ്, കോൺഗ്രസ്, മാർക്സിസ്റ്റ്, എല്ലാ പാർട്ടിക്കാരും. സംഘികൾക്ക് ചെറിയൊരു വേദന, സംഘികൾക്ക് ഒരു വേദന. അത് സംഘികൾ ഇങ്ങനെ കൊണ്ടാടിക്കൊണ്ട് നടന്നു. അതിൻ്റെ പുറമെ വല്ലാത്ത വേദനയേറ്റ് വന്നതാണ് കുരുവട്ടൂരികൾ. വട്ടൂരികൾക്കും വല്ലാത്തൊരു വേദന. വട്ടൂരികൾക്ക് ഈ റമദാനിന് ശേഷം ഇതുവരെ കണ്ട ഷവ്വാലൊന്നുമല്ല, ഇനി വരാൻ പോകുന്ന ഷവ്വാല് എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദമൊക്കെ മുഴക്കി ആകെ നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇവരെന്ത് ചെയ്യണത്? ഇവരുടെ കെട്ടിയോളന്മാരേറ്റ് ചെക്കന്മാർ കല്യാണം കഴിഞ്ഞ് സിനിമക്ക് പോണ മാതിരി ഇവരെന്ത് ചെയ്യുക? ആകെ മറ്റേ ദുബായി കൂടിയും UAE കൂടിയും അതുപോലെ തന്നെ ബോംബായി കൂടിയും അതുപോലെ തന്നെ ഡൽഹി കൂടിയും, ഡൽഹിക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ വസ്ത്രം, ബോംബെക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ വസ്ത്രം, അതുപോലെ തന്നെ എന്താണ് മറ്റേ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇങ്ങനെ ദുബായിൽ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ വസ്ത്രം, ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തേതായ വസ്ത്രങ്ങൾ ഇട്ടുകാണ്ട് പുറത്തിറങ്ങി നടത്തി. പിന്നെ ഷെയ്ഖന്മാരെ ഭാര്യമാർ ഇസ്ലാമിൻ്റെ വസ്ത്രമല്ല, നാട്ടിക്കനുസരിച്ചിട്ട് ചേരങ്ങനെ നാട്ടിൽ ചെന്നാൽ ചേരൻ്റെ നടുക്കടന്ന് നിന്നെന്ന് പറഞ്ഞതുപോലെ ഓരോ നാട്ടിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോകലെടുത്തിയപ്പോൾ നമ്മളെ സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കൾ ഈ കുരുവട്ടൂരികളുടെ ഷെയ്ഖിൻ്റെ കള്ളത്തരങ്ങൾ ഫോട്ടോ എടുത്തുകാണ്ട് പ്രചരിപ്പിച്ചു. ഫോട്ടോ എടുത്തുകാണ്ട് ജനങ്ങൾക്ക് കാട്ടിക്കൊടുത്തു. ഇവനാണ് കള്ളനാട്ടോ,
വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞ മാതിരി കാട്ടുകള്ളനാട്ടോ, കാട്ടുകള്ളൻ മാത്രമല്ല ലോകകള്ളനാട്ടോ, നല്ലോണം സൂക്ഷിച്ചോളിയും കേട്ടോ എന്ന് നമ്മളുടെ സുന്നത്തമായത്തിൻ്റെ പ്രവർത്തകർ അടിവരയിട്ടുകൊണ്ട് ആണി അടിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ട് ഫോട്ടോ എടുത്തിട്ട് കാട്ടിക്കൊടുത്തു, തെളിവ് കാട്ടിക്കൊടുത്തു. തെളിവാണല്ലോ വേണ്ടത്, തെളിവ് കാട്ടിക്കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ മുരീദന്മാരിറങ്ങി മുഖം മറക്കണം എന്നില്ല, കൈ മറക്കണം എന്നില്ല, മുഖവും കൈയും ഒഴിവാക്കി പോകണം എന്നാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് വലിയ മുരീദായ ഖലീഫയായ നൗസാദ് റബ്ബാനി ഇറങ്ങി. അങ്ങനെ ഓൻ്റെ നൗസൂൻ്റെ ഇറക്കം കഴിഞ്ഞ് ഇങ്ങനെ കുഞ്ഞാമ പിന്നെ വളവളാന്ന് പറഞ്ഞ കുഞ്ഞാമ പോയി. അതിന് ശേഷമാണ് മറ്റോൻ വരുന്നത്, നമ്മളെ പമ്പൈസ് മുസ്ലിയാർ. പമ്പൈസ് വന്നിട്ട് എന്ത് ചെയ്തു? കയ്യും മുഖവും മാത്രമല്ല കൂട്ടരെ, കാലും എന്ത് ചെയ്യണ്ട, മറക്കേണ്ടതില്ല. അപ്പം എന്തേ ഡൽഹി പോയപ്പോൾ എന്ത് ചെയ്തു? ഓളെ മുട്ടിൻ്റെ കീപ്പെട്ട് കാണുന്നുണ്ട്. അപ്പം എന്ത് ചെയ്തു? ഇനി കാലും മറക്കേണ്ടതില്ല, കാരണം കാല് ആവശ്യമുള്ളതാണ്. ഇങ്ങനെ കാലൊക്കെ മറച്ചു കൊണ്ടുപോയാൽ കാല് എങ്ങനെ നടക്കുമോ? കയ്യും ആവശ്യമുള്ളതാണ്, മുഖവും ആവശ്യമുള്ളതാണ്. ഇനി വേറെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പുറത്തേക്ക് അപ്പം ചാടിച്ചിട്ടില്ല. പിന്നീട് ഇനി പോകുമ്പോൾ ചാടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വഴം പിന്നെ ഫോട്ടോ എടുത്തിട്ടില്ല. കാരണം ഫോട്ടോ എടുത്തപ്പോൾ പിന്നെ പേടിച്ച് കാണ്ട് കേസും കൂട്ടും കൊടുക്കലെടുത്തി. അപ്പോൾ പിന്നെ നമ്മൾ ചെറുക്കന്മാർ തീരുമാനിച്ചു, ഏതിലേച്ചാ പോയിക്കോട്ടെ, വണ്ടാരങ്ങൾ ഫോട്ടോ എടുക്കാൻ നിൽക്കേണ്ടതാണ്. ഏതായാലും ചുരുക്കത്തിൽ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകാണ്ട് ഇങ്ങനെ വന്നപ്പോൾ ഇപ്പം പമ്പൈസ് പറയാണ്, ഏയ് നമ്മളെ ഫോട്ടോ എടുത്തുകാണ്ട് പ്രചരിപ്പിച്ചിരുന്നു, ഷെയ്ഖിൻ്റെയും മുരീദിൻ്റെയും ഒക്കെ ഫോട്ടോ എടുത്തുകാണ്ട് പ്രചരിപ്പിച്ചിരുന്നു. ഇപ്പം കണ്ടോ കിട്ടിയ പണി പെരുക്ക്. ഏത്? നിമിഷപ്രിയയുടെ ഫോട്ടോവും ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദിൻ്റെ ഫോട്ടോവും ചാനലുകാരും യൂട്യൂബുകാരും മറ്റുള്ളവരും എല്ലാവരും വെച്ച് പ്രചരിപ്പിച്ചപ്പോൾ കണ്ടോ ഒപ്പം നിർത്തിയാണ്ട് ഫോട്ടോ വെച്ചേക്കണ്, കണ്ടോ കുരുത്തക്കേട്. ഇതിനൊക്കെ പറയുന്ന അറിയോ, തീട്ടം തിന്നണ നായ്ക്ക് കുച്ചിട്ട മണല്ല എന്ന് പണ്ട് നാടന്മാർ ചെല്ലുണ്ട് എന്നതുപോലെയാണ് ഇവൻ്റെ ഒക്കെ വർത്താനം. ഏതായാലും നമുക്ക് അതൊന്ന് കേട്ടു നോക്കുക, നമ്മളെ പമ്പേഴ്സിൻ്റെ വോയിസ് ഒന്ന് കേട്ടു നോക്കുക. കഴിഞ്ഞ 1-2 മാസമായിട്ട് ഇവർക്ക് പണി പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കലും അത് പ്രചരിപ്പിക്കലും, എന്നിട്ട് നമ്മളെ മശായിഖന്മാരൊക്കെ ചേർത്തി പെണ്ണുങ്ങളുമായി ചർച്ച ഉണ്ടാക്കണ പണീന്. അതിൻ്റെ സ്റ്റിക്കർ ഉണ്ടാക്കുക, അതിൻ്റെ ഫോട്ടോ ഉണ്ടാക്കുക, അതിൻ്റെ വീഡിയോ ഉണ്ടാക്കുക. എന്തായാലും ഇപ്പം വലിയ ആളെ കൂടെ തന്നെ നല്ലൊരു പെണ്ണിനെയും കിട്ടി. എന്താലേ സുബ്ഹാനല്ലാഹ്, കേട്ടു നിങ്ങൾ? എന്തായാലും ഇപ്പോൾ വലിയ ആളെ കൂടെ തന്നെ നല്ലൊരു പെണ്ണിന് കിട്ടി. ഫോട്ടോ കൊടുത്തിട്ട് പറയണേ, ചാനലുകാർ കൊടുക്കുകയാണ്. ചാനലുകാർ ചെങ്ങായി എന്തെല്ലാം കോലത്തിൽ കൊടുക്കും. ഇതൊന്നും ഈ ലോകത്തല്ലേ ഉള്ളത്, ഇത് ഏത് ലോകത്താണ് ഉള്ളത്? ആ രൂപത്തിൽ തന്നെ ഫോട്ടോകളൊക്കെ ചാനലുകളൊക്കെ ആക്കി പെണ്ണുങ്ങളെ തന്നെ പ്രദർശനമായ ഒരു ഏർപ്പാടായി മാറിയല്ലോ. ഇതൊക്കെയാണ് നന്നായി മനസ്സിലാക്കാണ്ട് എവിടെ എത്തിയപ്പോൾ കാര്യങ്ങൾ. എന്താ ഇപ്പം ഇതിൻ്റെയൊക്കെ അവസ്ഥ? ഏതായാലും നിങ്ങൾ തുടങ്ങി വെച്ച് പെണ്ണുങ്ങളെ കളിയിൽ തന്നെ ഇപ്പം ഇങ്ങനെ ഉള്ളത്. ഈ പിക്ചറും പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് കറങ്ങിയോളി. നോക്കാണ് നിങ്ങളൊക്കെ മാൻസന്മാരെ ചോറ് വെച്ചിടോലല്ലേ. ഇവൻ ഈ പറയുന്ന വിഷയം മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇവൻ്റെ ഷെയ്ഖ് ഗ്ലോബൽ വില്ലേജ്, അതപ്പോൾ നേരത്തെ കിട്ടിയില്ല പേര്, ഇപ്പം കിട്ടി. അതും എൻ്റെ ഷെയ്ഖിൻ്റെ കറാമത്തോണ്ട് പേരും കിട്ടി. ഗ്ലോബൽ വില്ലേജിൽ ഇവൻ്റെ ഷെയ്ഖ് ഓൻ്റെ ഷെയ്ഖിൻ്റെ ഭാര്യനായിട്ട് പോയി. ഈ ഗ്ലോബൽ വില്ലേജിൽ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉള്ളതാണ്. പൂർണ്ണനക്തരും അർദ്ധനക്തരുമായിക്കൊണ്ട് എല്ലാവരും ഉള്ളതാണ്. അവിടേക്ക് ചെന്നിട്ട് അവിടുത്തേതായ വസ്ത്രം ധരിച്ചിട്ടാണ് ഗ്ലോബൽ വില്ലേജ് കൂടി പമ്പർന്നോളേറ്റ് നടന്നത് ഷെയ്ഖ്. നല്ലൊരു കൂടി പിന്നെ ഗ്ലാസ്സൊക്കെ വെച്ച് അടിപൊളിയായിട്ട് മുഖമൊക്കെ ഇങ്ങനെ കാണിച്ച് കൈയൊക്കെ കാണിച്ച് ഇങ്ങനെ നടന്നു. അപ്പോൾ പിന്നെ നമ്മളെ ആ കുട്ടികൾ എന്ത് ചെയ്തു, ഇതിപ്പോൾ ഷെയ്ഖ് കോലത്തിൽ നടത്താൻ പറ്റൂലല്ലോ എന്നുള്ള നിലക്ക് അത് ഫോട്ടോ എടുത്തു. കുടുങ്ങിയില്ല. നമ്മളെ കുട്ടികൾ എവിടെയൊക്കെ ഉണ്ട്, ആന ചാകാൻ നിൽക്കുകയായി ഞങ്ങളെ കുട്ടികൾ. അതിൻ്റെ ഉള്ളിൽ ഞങ്ങളെ കുട്ടികൾ ഹോട്ടൽ തുടങ്ങും. ഇജെന്താ എഴുതിയിരിക്കണത്? നമ്മളെ സുൽത്താനുൽ ഉലമയുടെ കുട്ടികളെ ചെന്താ എഴുതിയത്? ഏത് രാജ്യത്ത് ചെന്നൊക്കെ അവിടെ ഉണ്ടാവും കുട്ടികൾ. എവിടെ ഏത് മോഡൽ കുട്ടികളുണ്ട് അത് മനസ്സിലാക്കിയാൽ മതി. എല്ലാ മോഡൽ കുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി.
അങ്ങനെ ഇറ്റങ്ങൾ പിന്നെ ഡൽഹിക്ക് പോയി നോക്കുമ്പോൾ അവിടേക്ക് ചുരിദാറൊക്കെ ഇങ്ങനെ നെതലടിച്ചിട്ടുണ്ട് വേണം, ഉള്ളിൽ ഇങ്ങനെ ബ്രേസിയറും ഷെഡിയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് ഇത് ഇടുന്ന കാണുന്ന രൂപത്തിൽ ഉള്ള വസ്ത്രം ഇടണം. അപ്പോൾ ആ രൂപത്തിലുള്ള ഇട്ടുപോയി. അപ്പം നമ്മളെ കുട്ടികൾ കണ്ടപ്പോൾ അത് ഫോട്ടോ എടുത്ത് വിട്ടു. സുബ്ഹാനല്ലാഹ്, എല്ലാ ഉള്ളിലെ പണ്ടങ്ങൾ മൊത്തം കണ്ടുകൊണ്ടുള്ള ഫോട്ടോ. ഇത് വന്നപ്പോൾ ഇവർക്ക് ആകം കെട്ട് ഹാലളകി, കരിമ്പും തോട്ടത്തേക്ക് കാട്ടാന കയറിയമാതിരി ആകം കെട്ട് ബരകൽ തുടങ്ങി ഇവര്. പിന്നെ ഒറ്റ കരിമ്പും കണ്ടം നേർക്ക് നേരെ നിൽക്കുന്നുണ്ടാവില്ല, ആകെ ചവിട്ടി പൊടിച്ചിട്ടുണ്ടാവും എന്നതുപോലെ ഇവർക്ക് ആകം കെട്ട് ഹാലളകി. വട്ടൂരികളുടെ മുരീതന്മാർക്ക് ആകെ അളകിയാണ്ട് എന്തൊക്കെ കൊള്ളി തോന്നിയാൽ പറയണവരോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെന്ത് കേട്ടിരിക്കണം, ഇപ്പം ഇത് വന്നപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയപ്പോൾ ഇതുമാണ് കൂടിയിക്കുക. പൊട്ടന്മാരെ, കാര്യം പൊട്ടന്മാർ.